കരൂരിൽ മരിച്ച 41 പേരുടെയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കുമെന്ന് NDA സംഘം. രാജ്യത്തൊരിടത്തും ഇനിയും ഇത്തരം അപകടങ്ങൾ സംഭവിക്കരുത്, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഹേമ മാലിനി MP പറഞ്ഞു. കരൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി അന്വേഷിക്കുമെന്ന് BJP നേതാവ് അനുരാഗ് ഠാക്കൂറും മാധ്യമങ്ങളോട് വ്യക്തമാക്കി. Meet the officials, get the facts, and then we'll submit a report. As I said, let us first hear the views of the people who lost their family members. Ask the local people, officials, get the feedback, then we'll file the report. Okay. അരുൺ ആലത്തൂർ കരൂരിൽ നിന്നും ചേരുകയാണ്. അരുൺ, ഇന്നലെ ഈ ദുരന്ത മേഖലയിൽ സാന്ത്വനമായി ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയിരുന്നു. ഇന്നിപ്പോഴവിടെ NDAയുടെ ഒരു വലിയ സംഘം എത്തിയിരിക്കുന്നു. MP-മാരായ അനുരാഗ് ഠാക്കൂർ, അതുപോലെ തന്നെ ഹേമ മാലിനി തുടങ്ങിയവരാണല്ലോ ആ സംഘത്തെ നയിക്കുന്നത്. NDA സംഘം ഇപ്പോൾ എവിടെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇന്ന് സന്ദർശനം നടത്തുക? അരുൺ, ഗൗതം, NDA സംഘം 9:30 കോയമ്പത്തൂർ വിമാനത്താവളത്തിലാണ് ആദ്യം എത്തിയത്. ഡൽഹിയിൽ നിന്ന് നേരെ കോയമ്പത്തൂരിൽ വിമാനം ഇറങ്ങി. അതിനുശേഷം പുറത്തേക്ക് വന്ന സമയത്താണ് അവരുടെ ഇന്നത്തെ പരിപാടികൾ സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയത്. ഇപ്പോഴേതായാലും കരൂരിലേക്ക് അവർ യാത്ര തിരിച്ചിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്നും കരൂരിലേക്ക് ഏകദേശം 2.5 മണിക്കൂർ സമയം വേണം. 10 മണിയോടുകൂടെയാണ് അവിടെ നിന്നും കരൂരിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു 12:30-1 മണിയോടുകൂടി ആയിരിക്കും സംഘം കരൂരിലേക്ക് എത്തുക എന്നുള്ളതാണ്. കരൂരിൽ ആദ്യം എത്തുന്നത് ഞാനീ നിൽക്കുന്ന സ്ഥലത്താണ്, അതായത് അപകടം നടന്ന വേലുച്ചാമിപുരത്താണ് ആദ്യം എത്തുക ഈ NDA സംഘം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഗൗതം പറഞ്ഞ പോലെ 8 അംഗ സംഘമാണ് വരുന്നത്. അതായത് ഹേമ മാലിനിയാണ്, അതായത് MP ആയ ഹേമ മാലിനിയാണ് ഈ സംഘത്തെ ലീഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയായ അനുരാഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഒപ്പം MP-മാരായ തേജസ്വി സൂര്യ, ബ്രിജ്ലാല്, ശ്രീകാന്ത് ഷിൻഡെ, അപ്രജിത സാരംഗി, രേഖ ശർമ്മ, പുട്ട മഹേഷ് കുമാർ തുടങ്ങിയവരൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. ഏതായാലും അവർ ഇന്നത്തെ ഒരു സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യം കോയമ്പത്തൂരിൽ വെച്ച് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പറയുന്നത് രാജ്യത്തൊരിടത്തും ഇനി ഇത്തരം അപകടം ഉണ്ടാവരുത്, അതിന് വേണ്ട നടപടികൾ വേണം. അതിന് ഭാഗമായി ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിലെവിടെയാണ് വീഴ്ച സംഭവിച്ചത്, പോലീസിൻ്റെ ഭാഗത്തു നിന്നാണോ വീഴ്ച ഉണ്ടായത്, എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ആ ജനങ്ങൾ നേരിട്ടത്, അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച പ്രദേശത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തും എന്നുള്ളതാണ് NDA സംഘം പറയുന്നത്. ഒപ്പം തന്നെ പ്രധാനമായിട്ടും ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 57ഓളം ആളുകൾ ചികിത്സയിൽ ഇപ്പോൾ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അവരെ സന്ദർശിച്ച് അവർക്കൊരാശ്വാസം പകരുക എന്നുള്ളതും തങ്ങളുടെ ഈ ഒരു സന്ദർശനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യമാണ് എന്നുള്ളത് NDA സംഘം പറയുന്നുണ്ട്. കൂടാതെ അപകടത്തിൽ 41 ആളുകൾ മരിച്ചിട്ടുണ്ട്. ആ 41 ആളുകളുടെയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കും എന്നും NDA സംഘം പറയുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ NDA സംഘം ഇവിടേക്ക് എത്തുമ്പോൾ അത് ഈ അപകടത്തിൽ പരിക്കേറ്റവർക്കാണെങ്കിലും അല്ലെങ്കിൽ അപകടത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടമായ ആളുകൾക്കാണെങ്കിലും ഒക്കെ അതൊരാശ്വാസമാവും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇന്നലെ തന്നെ കണ്ടതാണ്, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഈ അപകടത്തിൽ പരിക്കേറ്റവരെയൊക്കെ സന്ദർശിച്ചു. അതുപോലെ തന്നെ അപകടത്തിൽ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് അവർക്കൊക്കെ വലിയ ആശ്വാസം പകരുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളത് അറിയിക്കുകയും പ്രധാനമന്ത്രിക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തങ്ങളെ അയച്ചതെന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായ L മുരുകനും ഉൾപ്പെടെ പറയുകയുണ്ടായി എന്നുള്ളതാണ്. നിർമ്മല സീതാരാമനും ഇന്നലെ സമാന രീതിയിലൊരു സൂചന നൽകിയിരുന്നു. അതായത് രാജ്യത്ത് ഒരിടത്തും ഇനി ഇങ്ങനെ അപകടം ഉണ്ടാവരുത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെയും അറിയിക്കുമെന്നുള്ള വിവരം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് BJPയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദ ഇത്തരത്തിൽ NDA സംഘത്തെ ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ NDA സംഘം ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12:30-1 മണിയോടുകൂടെ തന്നെ NDA സംഘം ഈ കരൂരിലേക്ക് ഇവിടുത്തെ വേലുച്ചാമിപുരത്തേക്ക് എത്തുമെന്നുള്ളതാണ്. വേലുച്ചാമിപുരത്ത് ഇപ്പോഴും പോലീസിനെയൊക്കെ വിന്യസിച്ച് ഇവിടുത്തെ NDA സംഘം കരൂരിലേക്ക് എത്തുകയാണ്. ഈ ദുരന്തത്തിനിരകളായ മുഴുവൻ ആളുകളുടെയും കുടുംബം സന്ദർശിക്കും. ഇനിയും ഇത്തരം ഒരു ദുരന്തം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഹേമ മാലിനി MP യും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും ഉൾപ്പെടുന്ന സംഘം
ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അരുൺ ആലത്തൂരാണ് കരൂരിൽ നിന്നുള്ള വളരെ വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.